Distribution of natural resources and its implications. Natural resources are not evenly distributed across our planet or even within countries. This uneven distribution shapes human settlements, trade patterns, international relations, and conflicts too. Many wars have been fought and continue to be fought to gain control over natural resources. നാച്ചുറൽ റിസോഴ്സസ് ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഭൂമിയിലായാലും രാജ്യങ്ങൾക്കുള്ളിലായാലും. എല്ലാ പ്രദേശത്തും റിസോഴ്സസ് ഒരുപോലെ ലഭ്യമല്ല. ചില പ്രദേശങ്ങളിൽ അത് റിസോഴ്സ് റിച്ച് ആയിരിക്കും, ചില പ്രദേശങ്ങൾ അങ്ങനെ ആവണം എന്നില്ല, ചിലപ്പോൾ അത് കുറവായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് മഴ ലഭിക്കുന്നു, എന്നാൽ അത് രാജസ്ഥാനിൽ കുറവാണ്, മഴ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓയിൽ റിസോഴ്സ്, സൗദി അറേബ്യയിൽ ഒരുപാട് എണ്ണശേഖരങ്ങളുണ്ട്, എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ അത് താരതമ്യേന കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ അൺഈവണായിട്ടുള്ള അസമമായിട്ടുള്ള വിതരണത്തിൻ്റെ ഫലമായിട്ട് അത് ചില കാര്യങ്ങളെ സ്വാധീനിക്കുന്നു. അത് എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ, വ്യാപാര രീതികൾ, മറ്റുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അതുപോലെ തർക്കങ്ങൾ. പിന്നെ എന്താണ്? ഈ ഒരുപാട് വാറുകൾ ഈ റിസോഴ്സസിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഈ റിസോഴ്സസിന് മേലൊരു നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ട്. Industries located near natural resources create employment opportunities for the local people. Townships grow around them and expand economic opportunities for others too. More modern facilities that improve the quality of life become accessible. However, these benefits are often accompanied by cost in the short term as well as in the long term. ഇപ്പോൾ അൺഈവൺ ആയിട്ടുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് അത് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനെ സ്വാധീനിക്കുന്നു. അതായത് എപ്പോഴും ജനങ്ങൾ അധികം താമസിക്കുന്നത് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും. അവിടെ എന്താണ് കാരണം? അവിടെ ഇൻഡസ്ട്രീസ് വരുന്നു, അതുവഴി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു, ടൗൺഷിപ്സ് വളരുന്നു, ഇക്കണോമിക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നു, പിന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ആധുനിക സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നു. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് റിസോഴ്സ് റിച്ച് ഏരിയാസിന്. അപ്പോൾ കൂടുതൽ ആളുകൾ, ജനവാസ കേന്ദ്രങ്ങൾ അവിടെ വർദ്ധിക്കും. അതുപോലെ തന്നെ റിസോഴ്സ് റിച്ച് ഏരിയാസിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. വി ഹാവ് എക്സാമ്പിൾസ് ഫ്രം അക്രോസ് ദ വേൾഡ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ റിസോഴ്സ് റിച്ച് ഏരിയാസ് ഹു ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ ഹോംസ് ടു ഫെസിലിറ്റേറ്റ് സച്ച് ഡെവലപ്മെൻറ്റ്സ്. ഇൻ സം കേസസ് their sacred places are under threat leading to conflicts. ലോകമെമ്പാടും തന്നെ റിസോഴ്സ് റിച്ച് ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അവർ മാറ്റി പാർപ്പിക്കപ്പെടുന്നു. അപ്പോൾ വേറെ സ്ഥലത്തൊക്കെ പോയി സെറ്റിൽ ചെയ്യേണ്ടി വരും ഈ ഡെവലപ്മെൻറ്റ്സൊക്കെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ പുണ്യസ്ഥലങ്ങൾ ഈ ഭീഷണിയിലാവുന്നു, അതൊക്കെ തർക്കങ്ങളിലേക്ക് നയിക്കുന്നു. ഇനി എന്താണ്? നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് depend on the geographical location of natural resources. Combined with human knowledge and skills, these can create unique products like the wood steel. As we know, trade fueled the development of large empires in India. നാഷണൽ ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ നടക്കുന്നത് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ സ്ഥാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഭൂമിയിലെല്ലായിടത്തും റിസോഴ്സസ് ഒരുപോലെ അല്ല വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എല്ലാ പ്രദേശത്തും ലഭ്യമല്ല. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളായാലും രാജ്യങ്ങളായാലും അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ട്രേഡ് വഴി ലഭ്യമാക്കുന്നു. അപ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ റിലേഷൻസൊക്കെ അത് വളരുന്നു. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും ലഭ്യമായിട്ടുള്ള റിസോഴ്സസും മനുഷ്യരുടെ അറിവും കഴിവും ഉപയോഗിച്ച് പ്രത്യേകമായിട്ടുള്ള യുണീക്കായിട്ടുള്ള പ്രോഡക്ട്സുകൾ നിർമ്മിക്കാൻ സാധിക്കും. അത് വ്യാപാരം നടത്തി അതുപോലെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് വൂഡ് സ്റ്റീൽ. വൂഡ് സ്റ്റീൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. അത് വളരെ ഷാർപ്പും സ്ട്രോങ്ങും ആണ്. മുറിച്ചുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവ ഉപയോഗിച്ചിരുന്നു. അതുപോലെ അത് എക്സ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വ്യാപാരങ്ങൾ വഴി ഇന്ത്യ സാമ്രാജ്യങ്ങളുടെ വളർച്ചയെ ശക്തിപ്പെടുത്തി. നേച്ചർ ഡസ് നോട്ട് പേ അറ്റൻഷൻ ടു പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. ദിസ് ലീഡ്സ് ടു ടെൻഷൻസ് റിഗാർഡിംഗ് ദ ഷെയറിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് കൺട്രീസ്. നേച്ചർ ഒരിക്കലും പൊളിറ്റിക്കൽ ബൗണ്ടറീസും നോക്കാറില്ല. മനുഷ്യനിർമ്മിതമായ അതിർത്തികൾ
പരിഗണിച്ചുകൊണ്ടല്ല റിസോഴ്സസ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നദി അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ വനങ്ങൾ, ഇതൊക്കെ രാജ്യാതിർത്തികളിൽ സംസ്ഥാന അതിർത്തികളൊക്കെ കടന്ന് 1-2 രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ റിസോഴ്സസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാക്കുന്നു, അത് രാജ്യങ്ങൾക്കുള്ളിലായാലും സംസ്ഥാനങ്ങൾക്കുള്ളിലായാലും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ ഷെയറിംഗ് ഓഫ് കാവേരി റിവർ വാട്ടർ എമംഗ് കർണാടക, തമിഴ്നാടു, കേരള ആൻഡ് പുതുച്ചേരി. Negotiations and debt management were required to maintain peace and fair sharing. Of course, reaching such agreement between neighboring countries is not easy. ഇപ്പോൾ ഈ കാവേരി റിവർ വാട്ടർ, കാവേരി നദീജലം, ഇത് 4 സംസ്ഥാനങ്ങളിലാണത് ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ചർച്ചകൾ നടത്തിയ ധാരണയിലെത്തണം. അതുപോലെ വിദഗ്ധമായിട്ട് ഒരു മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. വിദഗ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്താലാണ് എന്തുണ്ടാവുക, ഒരു പീസ് ആൻഡ് ഫെയർ ഷെയറിങ് ഉണ്ടാവുക. ഇനി അയൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തുക എന്ന് പറയുന്നത് വളരെ ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി എന്താണ് ദ നാച്ചുറൽ റിസോഴ്സ് കഴ്സ്. ഹാവിങ് അബണ്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഡസ് നോട്ട് ഗ്യാരണ്ടി ഇക്കണോമിക് പ്രോസ്പെരിറ്റി. Some regions rich in natural resources can experience a slower economic growth and development, a phenomenon economists call the natural resource curse or the paradox of plenty. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് ധാരാളം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടെങ്കിലും ആ പ്രദേശത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലായിരിക്കും. അങ്ങനെയുള്ളൊരു പ്രതിഭാസത്തെ ഈ എക്കണോമിസ്റ്റ് പറയുന്നതാണ് നാച്ചുറൽ റിസോഴ്സ് കഴ്സ്, വിഭവശാപം അല്ലെങ്കിൽ ദ പാരഡോക്സ് ഓഫ് പ്ലെൻറ്റി, സമൃദ്ധിയുടെ വിരോധാഭാസം. പുട്ട് വെരി സിംപിളി, ദിസ് മീൻസ് ദാറ്റ് ഓഫൺ ഹാവിങ് പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി മീൻ ദാറ്റ് എ കൺട്രി ഈസ് റിച്ച്. ഒരു രാജ്യത്ത് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് സമൃദ്ധമായിട്ടുണ്ടെങ്കിലും ആ രാജ്യം സമ്പന്നമാണ് എന്ന് പറയാൻ പറ്റില്ല, സമ്പന്നമാകണമെന്നതിനർത്ഥമില്ല. അപ്പോൾ ഫ്രീക്വൻ്റ്ലി ഇക്കണോമീസ് ആർ അൺഏബിൾ ടു ഡെവലപ്പ് ഇൻഡസ്ട്രീസ് ദാറ്റ് കൺവേർട്ട് ദ റിസോഴ്സസ് ഇൻ ടു പ്രോഡക്ട്സ് ഓഫ് ഹയർ വാല്യൂ. അതായത് ഈ നാച്ചുറൽ റിസോഴ്സസിനെ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വികസിപ്പിക്കണം. അതിന് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയാത്തതാകാം ഈ റിസോഴ്സ് കഴ്സിന് ഒരു കാരണം. ഇന്ത്യ ഹാസ് ജനറലി അവോയ്ഡഡ് ദിസ് കഴ്സ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് സച്ച് ഇൻഡസ്ട്രീസ് ടു മീറ്റ് അവർ ഗ്രോയിങ് നീഡ്സ്. ഇന്ത്യ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വികസനത്തിനായിട്ട് നിക്ഷേപം നടത്തിക്കൊണ്ട് ഈ റിസോഴ്സ് കഴ്സ് ഒഴിവാക്കി. എന്താണ് ഈ ഇൻഡസ്ട്രീസ് ദാറ്റ് കൺവേർട്ട് ദ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അയേൺ ഓർ, സ്റ്റീല്, വുഡ്, എന്താണ് ഫർണിച്ചർ, അങ്ങനെ. However, the challenge of balancing resource extraction with sustainability remains. Understanding and managing natural resources is a valuable starting point, but human knowledge, good governance and strategic planning determines whether they become lasting benefits or temporary windfall. ഈ റിസോഴ്സസ് വേർതിരിച്ചെടുക്കുന്നത്, അത് സുസ്ഥിരമായിട്ട് നിലനിർത്തുന്നതൊക്കെ വളരെ ചലഞ്ചിങ് ആണ്. അതായത് പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് റിസോഴ്സസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പ്രകൃതി വിഭവങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. അതാണ് വാല്യുബിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നാൽ മനുഷ്യരുടെ അറിവ്, നല്ല ഭരണ സംവിധാനം, അതുപോലെ മുൻകൂട്ടിയുള്ളൊരു ആസൂത്രണം ഒക്കെ ഉണ്ടെങ്കിലാണ്, തന്ത്രപരമായിട്ടുള്ളൊരു ആസൂത്രണം, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ റിസോഴ്സസ് കൊണ്ട് ഒരു ലാസ്റ്റിംഗ് ബെനിഫിറ്റ്സ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു താൽക്കാലിക നേട്ടമായിട്ട് മാറും.